നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ആദ്യം നമുക്ക് എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വന്നു, മാർക്കറ്റ് അതിശക്തമായിട്ട് സ്പൈക്ക് ചെയ്തു. പിന്നെ ആക്ച്വൽ റിസൾട്ട് വന്നു, മാർക്കറ്റ് അത് സീവിയറായിട്ട് ഫോളായി. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും നിക്ഷേപകരുടെ അല്ലെങ്കിൽ BSE കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് 30 ലക്ഷമാണ് ഒരു ദിവസം കൊണ്ട് വൈപ്പ് ഔട്ട് ആയിപ്പോയത്. 2 കാര്യമാണ് ഉള്ളത്. ഒന്ന്, 2019 ഏറ്റവും അവസാനത്തെ ലോക്സഭാ ഇലക്ഷൻ നടന്നത്. ഈ 2019 നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 കോടിയിൽ താഴെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2020 കൊറോണ വന്ന് ആളുകളെല്ലാം തന്നെ വീട്ടിലിരുന്ന് കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ആളുകൾ വന്നു. കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മേഖല. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 15 കോടിയാണ്. ഈ 15 കോടി തന്നെ ഓൾമോസ്റ്റ് ആക്റ്റീവ് ട്രേഡേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു കാര്യം, ഈ ആക്റ്റീവ് ട്രേഡേഴ്സ് ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ട്രേഡേഴ്സാണ്. അതായത് ഈ ഇലക്ഷൻ സമയത്ത് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് അവർ 2019 കാണാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷമുള്ള ആളുകൾ. ഇതൊരു ഫാക്റ്റാണല്ലേ. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെയാണ് ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. ഞാൻ പറയുന്നത്, ഇതിനിടയിൽ നമ്മൾ കുറേ കാശ് പോയിട്ടുണ്ടാവാം, കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ മാർക്കറ്റിനോട് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 2019 നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രേഡേഴ്സിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകാം എന്നുള്ളതാണ് നഷ്ടം വന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ആര് സീറ്റ് നേടും, അല്ലെങ്കിൽ തൃശ്ശൂർ ആര് സീറ്റ് നേടും എന്നുള്ള ചർച്ചകൾ മുറുകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകളെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ആണ് നമ്മളുടെ ശ്രദ്ധ. ആരാണ് ഇനി ഭരിക്കേണ്ടത്. കാരണം ഇന്നലെ ഓഫീസ് ടൈമിൻ്റെ ഒക്കെ സമയത്ത് താഴെയൊക്കെ ആളുകളെല്ലാം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ അവരുടെ ചർച്ചകൾ മുന്നേറുമ്പോൾ നമ്മൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇനി ആര് ഭരണം നിലനിർത്തും, അങ്ങനെ അതാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. കാരണം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമാണ്. അതിനർത്ഥം കേരള രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, നമ്മളെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത്. അപ്പോൾ ആ രീതിയിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ BJPക്ക് സ്റ്റാൻഡ് അലോൺ സീറ്റുകൾ കുറഞ്ഞു. BJP തന്നെ അധികാരത്തിൽ വരും. പക്ഷേ സഖ്യ കക്ഷികൾ JDU, TDP തുടങ്ങിയ 2 സഖ്യ കക്ഷികളുടെ സ്വാധീനം ഈ ഒരു നിലവിലെ ഗവൺമെൻറ്റിൽ ഉണ്ടാകും. പല തീരുമാനങ്ങളും ഉണ്ടാകും. ആ ഒരു കാര്യമാണ് മാർക്കറ്റ് ഇന്നലെ താഴേക്ക് വലിച്ചിട്ടത്. അപ്പോൾ ഓൾറെഡി തന്നെ ഗവൺമെൻറ് രൂപീകരണമായിട്ട് BJP പ്രസിഡൻറ്റിനെ എല്ലാം തന്നെ കാണുന്നുണ്ട് ഇന്ന്. അതുപോലെ തന്നെ കോൺഗ്രസ് ഈ പുതിയ തൂക്കുമന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്നുള്ള മീറ്റിങ്ങും ഇന്ന് കൂടുന്നുണ്ട്. അതിനർത്ഥം എന്താ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനങ്ങൾ ഒന്നും തന്നെ ക്ലിയർ ആയിട്ടില്ല. ഇതിൽ JDU നമുക്കറിയാം, നിതീഷ് കുമാർ. അപ്പോൾ അവരുടെ പാർട്ടിക്ക് നിലവിലെ ഗവൺമെൻറ്റിൽ ഒരു സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ TDP അവരുടെയും പാർട്ടിയിലെ ആളുകൾക്ക് നിലവിലെ ഗവൺമെൻറ്റിന് പ്രമുഖ സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ഗവൺമെൻറ്, ഈ ഇപ്പോഴുള്ള NDA ഗവൺമെൻറ് എന്ന് പറയുന്നത് NDA, അതുപോലെ തന്നെ TDP, JDU തുടങ്ങിയ 3 സഖ്യ കക്ഷികൾ കൂടിയിട്ടാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. സ്വാഭാവികമായ രീതിയിൽ ഈ 2 സഖ്യ കക്ഷികൾക്കും പ്രമുഖ സ്വാധീനം ഈ ഒരു ഗവൺമെൻറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ക്രാഷിൻ്റെ ഒരു പ്രശ്നം. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സമാജ്വാദ് പാർട്ടിയും TMSും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അവർ ഒരു 3ാം മുന്നണിക്ക് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളൊന്നും തന്നെ ക്ലിയർ ആയിട്ടില്ല. എനിവേ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, മാർക്കറ്റ് ഇടിയാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്ന് സോർട്ട് ഔട്ട് ആയതിനു ശേഷം ആയിരിക്കും മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു ബ്ലൂ ലൈൻ കാണുന്നത് അത് 200 ഡേ മൂവിങ് ആവറേജ് ആണ്. 23 ഏപ്രിലാണ് 2023 ഏപ്രിലാണ് ഇതിനു മുമ്പ് നിഫ്റ്റി 200 ഡേ മൂവിങ് ആവറേജ് ടച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് അതൊരു വലിയൊരു വാർത്തയാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ്. കാരണം നിഫ്റ്റി 200 ഡേ മൂവിങ് ആവറേജ് എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ 200 DMAക്ക് താഴെ നിഫ്റ്റി പോവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കുക.
എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യയാണ് ചർച്ച. ഏഷ്യൻ മാർക്കറ്റിലൊന്നും യാതൊരു ഉണർവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവിടെയും പറയുന്നത് ഇപ്പോൾ ഏഷ്യൻ ന്യൂസുകൾ അല്ലെങ്കിൽ ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ട് തന്നെ വലിയ പെർഫോമൻസ് ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് 3ഉം റെഡിലടച്ചു. കൂടാതെ തന്നെ US മാർക്കറ്റ് മിക്സഡായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാൻ ഏറ്റവും ടോപ്പിൽ മിക്സഡാണ്. ബിറ്റ്കോയിൻ 70,000 എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഒരു പ്രശ്നം, ഇന്ത്യയിലെ ഈ ഒരു അൺസർട്ടനിറ്റി കൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിലും ഇത് പ്രതിഫലനം ഉണ്ടാക്കി എന്നുള്ളതാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എല്ലാം സിവിയർ ഫോളാണ്. ICICI ബാങ്ക് കാണാം 9% ഇടിഞ്ഞു, HDFC ബാങ്ക് 10% ഇടിഞ്ഞു, റിലയൻസ് JDRൽ 8% ഇടിഞ്ഞു. അതിനർത്ഥം ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ ADRലൊക്കെ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ എല്ലാം തന്നെ അവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് സ്റ്റോക്കുകളിലെ ന്യൂസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വിപ്രോ അവർ SLR ആയിട്ട് ഒരു പുതിയ ഒരു സൈബർ എക്സ്റേ AI അസിസ്റ്റൻ്റ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് IT കമ്പനിയായിട്ടുള്ള വിപ്രോനെ സംബന്ധിച്ച്. IDN കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. കോൺകോർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. L&T മൈൻട്രി SIP ആയിട്ട് ഒരു പുതിയ ഒരു IT കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഫാക്റ്റിന് ഒരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, 394 കോടി രൂപയുടെ ഓർഡർ. രാഷ്ട്രീയ കെമിക്കൽസിന് ഏകദേശം ഒരു മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓതറൈസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു നോട്ടീസ്, ഒരു പെനാൽറ്റി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. RMC സ്വിറ്റ് ഗിയർ കമ്പനിക്ക് 56 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ന്യൂസ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഗിഫ്റ്റ് നിഫ്റ്റി ശ്രമിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് ഇനിയും സമയമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ് രൂപീകരണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് മറ്റു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിക്ചർ ക്ലിയർ ആയിട്ടില്ല. ഗവൺമെൻറ് രൂപീകരിക്കുക തന്നെ ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള മറ്റ് ഘടകകക്ഷികൾക്കുള്ള സീറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലാരിറ്റി വരണം. നിഫ്റ്റി ഇപ്പോൾ 22,000-ന് മുകളിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. അത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ രീതി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.